LDC ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻസ് ആണ് 2024 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ കാലഗണന ക്രമം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. ആദ്യം വരുന്നതെന്ന് വെച്ചാൽ ചാന്നാർ ലഹള, അത് കഴിഞ്ഞ് വരുന്ന മലബാർ കലാപം, അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം, അത് അടുത്ത ലാസ്റ്റ് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ്. ഇവിടെ ശരിയായിട്ടുള്ള സി ആണ്. അത് 1, 3, 4 ആണ് ശരി. അത് പ്രവർത്തിക്കുക അല്ല മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അടുത്തതെന്ന് വെച്ചാൽ 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം ഉണ്ടായി. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം ഉണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചാൽ 2, 4 ആണ് ബന്ധമില്ലാത്തത്. അപ്പം നാറ്റോയുമായി ബന്ധമുള്ളത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വം പ്രവേശനമാണ്. റഷ്യ യുക്രൈൻ അത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനം ചേർന്ന രാജ്യം സ്വീഡനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? ഇവിടെ തെറ്റായ ജോഡി 3 മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. അത് റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബാണ്. ഏപ്രിൽ തിസിസ് എന്ന് പറയുന്നത് VI ലെനിൻ ആണ്. ലോങ് മാർച്ച് മാവോ സേതുങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവയിൽ ശരിയായ പ്രസ്താവന ഇതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. അത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്ന ലഭിച്ചു. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? ഇവിടെ ശരിയെന്ന് വെച്ചാൽ 1, 3, 4 ശരി. അതായത് പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് 1953 ഫസൽ അലി, എൻ ഗുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 3 ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ശരിയായ പ്രസ്താവന നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകം. നൈട്രസ് ഓക്സൈഡ് അതായത് N2O എന്ന് പറയുന്നത് ഒരു ഹരിതഗ്രഹ വാതകമാണ്. അതേകൂട്ട് തന്നെ അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അളകനന്ദ, ഭഗീരഥി എന്നിവ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് അഗുൽഹാസ് പ്രവാഹം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതല്ല? ഇവ ശരിയായത് 1, 4 ആണ് ശരി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീസ് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക സത്ലജ് എന്ന് വെച്ചാൽ സിന്ധു നദിയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നത്? ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്നറിയപ്പെടുന്നു. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത NW3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2027 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. അടുത്തത് ഇന്ത്യ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? അതായത് ഇതിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന എന്ന് വെച്ചാൽ 1, 2, 3 ശരിയാണ്, പക്ഷേ 4 ശരിയല്ല. അപ്പോൾ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തെ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇവയൊക്കെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നീ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൽ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഇവിടെ ഒരു ആൻസർ എന്ന് വെച്ചാൽ 1 എന്ന് പറയുന്നത് 1 ശരിയായിട്ടുള്ളത് നെല്ലാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. 2ാം സ്ഥാനത്തുള്ളതെന്ന് വെച്ചാൽ ഗോതമ്പ്, 3ാം സ്ഥാനത്തുള്ളത് ചോളമാണ്, 4ാം സ്ഥാനത്തുള്ളതെന്ന് വെച്ചാൽ പയർവർഗ്ഗം. അതിപ്പോൾ 1 നെല്ല്, 2 ഗോതമ്പ്, 3 ചോളം, 4 പയർവർഗ്ഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവ ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇന്ത്യ സമ്പദ്ഘടനയെ സംബന്ധിച്ച് ചില പ്രധാന നയങ്ങൾ താഴെ തന്നിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം എഴുതുക. ഇവ ശരിയായ ക്രമം എന്ന് വെച്ചാൽ ആദ്യം വരുന്നതെന്ന് വെച്ചാൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരണമാണ്. അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ഭൂപരിഷ്കരണമാണ്. പിന്നെ വരുന്ന ബാങ്ക് ദേശസാൽക്കരണം. അവസാനം വരുന്നത് 500,000 രൂപ നോട്ടുകളുടെ നിരോധനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ എടുക്കുകയാണ്. ഇവിടെ പ്രസ്താവന 1 പ്രസ്താവന 2. പ്രസ്താവന 1 2 ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണവുമാണ്. അത് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ചില സംരംഭങ്ങൾ അവയുടെ ലക്ഷ്യങ്ങളും താഴെ തന്നിരിക്കുന്നു എന്ന് യോജിച്ച് തിരഞ്ഞെടുക്കാനാണ്. ഇന്നോവേഷൻ മിഷൻ എന്ന് വെച്ചാൽ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുകയാണ്. മെത്തനോൾ സമ്പദ്ഘടന എന്ന് വെച്ചാൽ എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുകയാണ് മെത്തനോൾ സമ്പദ്ഘടന. സഹകരണ ഫെഡറലിസം എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇവ ശരിയായ പ്രസ്താവന 2, 3 ശരിയാണ്, 1, 4 തെറ്റാണ്. അപ്പോൾ 2, 3 എന്താണ്? ഇന്ത്യ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയും ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക എന്നതാണ് ശരിയായിട്ടുള്ള. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഇപ്പോൾ 1, 3 ശരിയാണ്. അതായത് ഡോക്ടർ B.R. അംബേദ്കർ അധ്യക്ഷനായിരുന്നു. അടുത്തതെന്ന് വെച്ചാൽ 7 അംഗങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഏറ്റവും അനുയോജ്യമായ വസ്തുക്കൾ ഏതാണ്? ഇവ 1, 2 മാത്രമാണ് ശരി. അതായത് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. അതേകൂട്ട് തന്നെ 1989 വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. അടുത്തതെന്ന് വെച്ചാൽ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇവ ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1, 2 ശരി. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിന് പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിനോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ഇത് രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? ഉചിതമായ പ്രസ്താവന 1, 2, 4 ശരി. അതായത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള 2 പേരെ അംഗങ്ങളായി വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന 1, 3 ശരി. 15ാമത്തെ പ്രസിഡന്റ് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യക്കാരനായിരുന്നു? ആൻസർ എന്ന് വെച്ചാൽ അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ആണ്. ഇനി സ്നേഹ സാന്ത്വന പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ആൻസർ എന്ന് വെച്ചാൽ 1 ശരി. അതായത് സംസ്ഥാന എൻഡോസൾഫാൻ ഇരകൾ പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വന എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2012 പോസ്കോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളെ യോജിക്കുന്നവയെന്ന് വെച്ചാൽ 1, 2, 3 ശരിയാണ്. പോസ്കോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹൃദ പ്രാധാന്യം നൽകി പ്രത്യേക കോടതിയെ സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത് എന്നിവയാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് വാത്സല്യനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഇവ ശരിയെന്ന് പറയുന്നത് 1, 3 ശരി. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് പട്ടികജാതി വകുപ്പ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വിദ്യാജ്യോതി പദ്ധതിയുമായി താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് അനുയോജ്യമായത്? 1, 2 ശരി. കേരള സാമൂഹ്യ നീതി വകുപ്പ്
സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് വിദ്യാജ്യോതി. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് വിദ്യാജ്യോതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ എന്ന് വെച്ചാൽ ശ്രീ എം ഷാജ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് വെച്ചാൽ നിതിൻ മധുക്കർ ജംദാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കേരള കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന എന്ന്. ഇവിടെ ശരിയായ പ്രസ്താവന 1, 3 ശരി. വെള്ള നിറം എന്ന് വെച്ചാൽ മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം എന്ന് വെച്ചാൽ നിരീക്ഷിക്കുകയോ മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുകയോ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത പേശികളെ ബന്ധിപ്പിക്കുന്ന യോജകകല എന്ന് പറയുന്നത് ടെൻഡേൺ ആണ്. ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണമാണ് രക്തം. മനുഷ്യശരീരത്തെ ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയ്ക്ക് മാറ്റുന്ന അവയവമാണ് കരള്. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്വാമെഗാലി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. 2027 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസമുള്ള ഒരു ബോക്സിന്റെ സ്ഥിതിയോർജ്ജം എത്രയായിരിക്കും? ആൻസർ 2 ജൂളാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് വെച്ചാൽ അപവർത്തനമാണ്. ഫാരൻഹീറ്റ് സ്കെയിലിലെ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് 23. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ആദിത്യ L1. ദ്രാവകം അല്ലെങ്കിൽ അക്വരിജിയ എന്നാൽ നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 ആണ്. ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം എന്ന് പറയുന്നത് സാഞ്ചിയാണ്. താഴെ പറയുന്ന യഥാർത്ഥ ലായനി എന്ന് വെച്ചാൽ സോഡിയം അമാൽഗം. താഴെ പറയുന്ന സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. 2020 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കോണ്ടൻ ഡോട്സിന്. അപ്പുകുളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം. കിലേരി കുഞ്ഞുകണ്ണൻ എന്ന സർക്കസ്. തിക്കോടിയൻ എന്ന തൂലിക നാമത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കുഞ്ഞനന്ദൻ നായർ. പാലിലെ വെണ്ണ പോൽ പൈതാഗി ചൊല്ലുന്ന ഏത് കൃതിയിലെ വരികളാണ്? മുഹീദ്ദീൻ മാലയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചനയാണ് ഒരു ദേശത്തിന്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിലെ മുൻ ലോക ചെസ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ പ്രഗ്യാനന്ദ. മൺസൂൺ ക്രോക്കസ് ബയോപ്ലീസ് 2024 പദ്ധതി നടപ്പിലാക്കിയത് കേരള വന ഗവേഷണ കേന്ദ്രം. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് ഗിഗാബൈറ്റ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അത് ഉണ്ടാക്കിയ കമ്പനി ശ്രദ്ധിക്കുക. ആൻസർ എന്ന് വെച്ചാൽ 1, 2, 3 ആണ്. എഡ്ജ് മൈക്രോസോഫ്റ്റ്. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ്. മാക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ. കൂട്ടത്തിൽ പെടാത്തത് ക്യാൻ ആണ്. താഴെ പറയുന്ന മെറ്റ കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ടെലിഗ്രാം. ഡീപ് ഫോക്ക് എന്ന് വെച്ചാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. വിരാശ നിയമം 2005 പ്രകാരം സംസ്ഥാനത്ത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്ന സംസ്ഥാന ഗവർണർ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2013 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ നിസ്വാർത്ഥ സേവനങ്ങളാണ്. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നതാണ്. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സമുദ്ര ചൂഷണം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സ്കോ ആക്ട് നിലവിൽ വന്നത് 2012. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ VR രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖ ശർമ്മ. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻ ആണ്.